ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ജനന നിരക്ക് താഴേക്ക്. ഇന്ത്യയിലെ ആകെ ജനന നിരക്ക് ചരിത്രത്തിൽ ആദ്യമായി ജനസംഖ്യാ സ്ഥിരത നിലനിർത്താൻ ആവശ്യമായ പരിധിക്കും താഴെ എത്തിയതായി റിപ്പോർട്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണറുടെ ഓഫീസ് പുറത്തുവിട്ട 2024 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം സ്ഥിതിവിവരക്കണക്ക് റിപ്പോർട്ട് പ്രകാരമാണിത്. ഒരു സ്ത്രീ തന്റെ ജീവിതകാലത്ത് പ്രസവിക്കാൻ സാധ്യതയുള്ള കുട്ടികളുടെ ശരാശരി എണ്ണത്തെയാണ് ആകെ ജനനനിരക്ക് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് രാജ്യത്ത് ജനസംഖ്യാ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ തോതിനേക്കാൾ കുറവാണ് ഇപ്പോഴത്തെ ജനന നിരക്ക്. 1950 ഇന്ത്യയിലെ ജനസംഖ്യ 36 കോടിയായിരുന്നപ്പോൾ ഒരു സ്ത്രീക്ക് ശരാശരി 6 കുട്ടികൾ എന്നതായിരുന്നു കണക്ക്. എന്നാൽ ഇന്നത് 145 കോടിയായി ഉയർന്നിട്ടുണ്ട്. 2023 ചൈനയെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയ ഇന്ത്യയിൽ ജനസംഖ്യാ വളർച്ച ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും രാജ്യത്തെ ജനന നിരക്കിൽ വലിയ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ദേശീയ തലത്തിലെ ജനന നിരക്ക് ജനസംഖ്യാ സ്ഥിരത ഉറപ്പാക്കുന്ന 2.1 എന്ന മാനദണ്ഡത്തിലും താഴേക്ക് പോയി. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് ജനസംഖ്യ കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി നിലനിർത്താൻ ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട ശരാശരി കുട്ടികളുടെ എണ്ണത്തെയാണ് ഈ മാനദണ്ഡം കൊണ്ട് അർത്ഥമാക്കുന്നത്. ദീർഘകാലത്തേക്ക് ജനന നിരക്ക് ഈ പരിധിക്ക് താഴെ തുടർന്നാൽ ജനസംഖ്യാ വളർച്ചാ നിരക്ക് ക്രമേണ കുറയും. ജനസംഖ്യാ വളർച്ചയിലെ കുറവിലേക്ക് വിരൽ ചൂണ്ടുമ്പോഴും വിവിധ സംസ്ഥാനങ്ങൾ തമ്മിൽ ജനന നിരക്കിൽ വലിയ വ്യത്യാസമുള്ളതായി സർക്കാർ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രാജ്യത്ത് ഏറ്റവും ഉയർന്ന ജനന നിരക്ക് രേഖപ്പെടുത്തിയത് ബീഹാറിലാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് തൊട്ടു പിന്നാലെയുള്ള സംസ്ഥാനങ്ങൾ. ജനസംഖ്യാ സ്ഥിരത പരിധിക്ക് മുകളിൽ ജനനിരക്കുള്ള രാജ്യത്തെ വലിയ സംസ്ഥാനങ്ങൾ ഇവ മാത്രമാണ്. അതേസമയം രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് രേഖപ്പെടുത്തിയത് ഡൽഹിയിലാണ്. ദക്ഷിണേന്ത്യൻ പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ജനന നിരക്ക് വളരെ കുറഞ്ഞ നിലയിലാണ്. തമിഴ്നാട്, കേരളം, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ 1.3 ആണ് ജനനനിരക്ക്. ആന്ധ്രാപ്രദേശ്, ജമ്മു കാശ്മീർ, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 1.4-ഉം ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ ഇത് 1.5-ഉമാണ്. വരും വർഷങ്ങളിലും രാജ്യത്തെ ജനസംഖ്യ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ജനനനിരക്ക് വീണ്ടും 2.1-ലേക്ക് ഉയർന്നില്ലെങ്കിൽ ഭാവിയിൽ ജനസംഖ്യയിൽ കുറവുണ്ടാകുന്നത് തടയാനാവില്ല. ജനനനിരക്ക് ഇനിയും താഴോട്ട് പോകാനാണ് സാധ്യതയെന്നും ഇത് ജനസംഖ്യ കുറയുന്നതിന്റെ വേഗത കൂട്ടുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇന്ത്യയുടെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് നിർണായകമായ റീപ്ലേസ്മെന്റ് പരിധിക്ക് താഴെയായി എന്ന പുതിയ ഡേറ്റ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യാശാസ്ത്രത്തെ എലോൺ മസ്ക് ശ്രദ്ധയിൽപ്പെടുത്തി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ AF പോസ്റ്റ് പങ്കിട്ട ജനസംഖ്യാശാസ്ത്ര ഡേറ്റയോട് പ്രതികരിച്ചുകൊണ്ട് ടെസ്ല, സ്പേസ് എക്സ് CEO നിർദ്ദിഷ്ട ജനസംഖ്യാശാസ്ത്രങ്ങൾക്കിടയിൽ ഈ പ്രവണതയുടെ ദീർഘകാല സ്വഭാവം ചൂണ്ടിക്കാട്ടി. ഇന്ത്യയുടെ ജനനനിരക്കിന് പകരം വയ്ക്കുന്നതിനേക്കാൾ താഴെയാണ്. ഏറ്റവും വിദ്യാസമ്പന്നരായവരിൽ ഇന്ത്യയുടെ ജനനനിരക്ക് വർഷങ്ങൾക്ക് മുൻപ് തന്നെ പകരം വയ്ക്കുന്നതിനേക്കാൾ താഴെയായിരുന്നുവെന്നും മസ്ക് എഴുതി. രാജ്യത്തുടനീളം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ദ്രുതഗതിയിലുള്ള വ്യാപകവുമായ കുറവുണ്ടായതായി വിശദീകരിക്കുന്ന സമീപകാല റിപ്പോർട്ടുകൾക്ക് മറുപടിയായാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.